വേദിയിലെ വിശിഷ്ട സാന്നിധ്യങ്ങളെല്ലാം ചേർന്ന് ദീപപ്രജ്വാലനം നടത്തുന്നതായിരിക്കും. ബദരികാശ്രമത്തിന്റെ പ്രതിനിധി സർവശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിയോടൊപ്പം മറ്റു ശ്രേഷ്ഠ സാന്നിധ്യങ്ങളും ദീപപ്രജ്വാലനത്തിൽ പങ്കാളികളാകുന്നു. ഭദ്രം പശ്യേമാക്ഷരചത്രാः സ്ഥിരൈരംഗൈः സുഷ്ടുവാഗ്നിസ്തനൂഭിർക്ഷേമദേവഹിതം പ്രദായുः സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധസ്സവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശിവം ശിവധരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാച പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം ശ്രീ മഹാരുദ്രമൂർത്തയേ നമഃ. ഓം ധ്യായേതു മാപതിം പ്രമാപതിം. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രഥമ ദിനമായ ഇന്ന് ഈ സാംസ്കാരിക വേദിയുടെ നിറസാന്നിധ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രേഷ്ഠ സാന്നിധ്യങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ പ്രണാമങ്ങൾ. ഔപചാരിക ചടങ്ങുകളിലേക്ക് പ്രവേശിക്കട്ടെ. ആദ്യമായി പ്രാർത്ഥന ചൊല്ലുന്നത് പ്രമീള സാധനാ മാതൃസമിതി. ശ്രീമതി പ്രമീളയെ ക്ഷണിക്കുന്നു. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേരളി തമ്പുരാനേ. നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അറിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനേ. അനുദിനം നിന്നിലെടുക്കുന്ന പാദങ്ങൾ നൽകണേ രക്ഷിതാവേ. ഞങ്ങൾ തൻ തെറ്റുകൾ എല്ലാം പുറത്തു നീ കാത്തുകൊള്ളിടണേ നീതിമാനേ. നിത്യവും സത്യമായി ഞങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേകണേ തമ്പുരാനേ. അടിയങ്ങൾ കേകണേ തമ്പുരാനേ. അനുഭൂതിയിൽ നിന്ന് അറിവിലേക്കും, അറിവിൽ നിന്ന് വാക്കുകളിലേക്കും, വാക്കുകളിൽ നിന്ന് വേദത്തിലേക്കും സഞ്ചരിച്ചു അജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും, അനീതിയിൽ നിന്ന് നീതിയിലേക്കും, ദാരിദ്ര്യത്തിൽ നിന്ന് സുഖത്തിലേക്കും നമ്മെ നയിച്ചു. ഈ പ്രപഞ്ച നിയമമാകുന്ന മൃത്യുവിനു പോലും ചെന്നെത്താൻ കഴിയാത്ത പരമപദത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ ഗുരു പരമ്പര, ആ ഗുരു പരമ്പരയെ ആദ്യം തന്നെ നമസ്കരിക്കട്ടെ. നമ്മുടെ ഗുരു പരമ്പര നമുക്ക് സമ്പാദിച്ചു തന്നിട്ടുള്ള വിദ്യാലയങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളും. അതുകൊണ്ട് തന്നെ പൈതൃകത്തിന്റെ പാരമ്പര്യം ഉണർത്തുന്ന ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ സാംസ്കാരിക ദിനം ഇന്ന് ധന്യമായ ഈ മുഹൂർത്തത്തിൽ സമ്മേളിക്കുകയാണ്. ഇതിലേക്ക് സ്വാഗതം അരുളുകയാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. യാതൊന്ന് ഭഗവാന്റേതാണോ അത് ഭാഗവതം എന്ന് പറയാറുണ്ട്. ഈ മണ്ണും നമ്മളും എല്ലാം ഭഗവാന്റേതാണ്. അതുകൊണ്ട് ഇതൊരു ഭാഗവത ഭൂമികയാണ്. എന്നാൽ ചരിത്ര പ്രസിദ്ധമായ ഒരു ഭാഗവത ഭൂമിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇന്നത്തെ ദിവസത്തിന്റെ സവിശേഷത. നമ്മുടെ വിശിഷ്ട സാന്നിധ്യം തന്നെ
ആ ഭൂമിയുടെ പ്രതീകമായിട്ട് ഇവിടെ നിലകൊള്ളുന്നുണ്ട്. ബദരികാശ്രമം, ബദരിനാഥ് ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ബദരികാശ്രമം ചതുർധാമങ്ങളിൽ ഏറ്റവും പുരാതനമായതാണ്. സത്യയുഗത്തിൽ ധ്യാന നിമഗ്നനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ബദരി എന്ന് പറയുന്നത് തന്നെ ഒരു പൂർണ്ണതയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഭാസിൽ അഭിരമിക്കുന്നതാണ് ഭാരതം. പ്രകാശമാനമായ നാട് എന്നാണ് അതിന്റെ അർത്ഥം. അതിന് തിലകക്കുറി ചാർത്താനാണ് ശരിക്കും ബദരികാശ്രമത്തിന്റെ ഒരു സ്ട്രക്ചർ തന്നെ, അതിന്റെ നിർമ്മാണം തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ നെടും തൂണായി ഒരു തിലകക്കുറിയായിട്ട് നിലകൊള്ളുന്ന ഒരു സന്നിധിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, ഭാരതത്തിന് ഒരു കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ, നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും കുടുംബക്ഷേത്രം ഉണ്ടല്ലേ, അല്ലെ? അതുപോലെ ഭാരതത്തിന്റെ ഒരു കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് സാക്ഷാൽ ബദരീനാഥ ക്ഷേത്രമാണ് എന്നാണ് പറയാ. നമുക്കറിയാം, ബദരിയിൽ ദർശനം നടത്തുന്നത് പരമമായ സൗഭാഗ്യമാണ്. അതിന് കഴിയാത്തവർക്കുള്ള ഒരു മനോവ്യഥയെ പോലെ എനിക്ക് ഒരു മനോദുഃഖം ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ ബദരികാശ്രമത്തിൽ പോയിട്ടില്ലല്ലോ, ബദരീനാഥ് ക്ഷേത്രം സന്ദർശിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം എനിക്കും ഉണ്ടുള്ളിൽ. പക്ഷേ അത് ഈ ക്ഷണം ഇല്ലാതെയായി എന്ന് പറയേണ്ടി വരും. യൻ മുഹൂർത്തം ക്ഷണമപി വാസുദേവോ ന ചിന്തയേത് എന്നാണ് പറയാ. എപ്പോഴാണോ നമ്മൾ ഭഗവാനെ വിസ്മരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. പക്ഷേ ഭഗവാന്റെ ഒരു പ്രതിരൂപമായി തന്നെ, സാക്ഷാൽ ഭഗവാന്റെ പ്രതിപുരുഷനായ നരനാരായണ മൂർത്തി തന്നെ ഇന്ന് ഇവിടേക്ക് എഴുന്നള്ളിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ അഭിമാനവും സന്തോഷവും ഭക്തിയും ഒക്കെ ഉണ്ട്. ഇത്രയും മുഖവരയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് രാവൽജിയെ പരിചയപ്പെടുത്താൻ. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബദരീനാഥ് ക്ഷേത്രത്തിലെ മുൻ രാവൽജി ഹിസ് ഹോളിനസ് ശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ എല്ലാവർക്കും ജയ് ബദരി വിശാൽ എന്ന് വിളിച്ചുകൊണ്ട് ഹരേ രാമ ചൊല്ലിക്കൊണ്ട് നമുക്കൊരു സ്വാഗതം അദ്ദേഹത്തിന് കൊടുക്കാം. ജയ് ബദരി വിശാൽ രാവൽജി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്കറിയാം, ഭഗവാൻ ആദിശങ്കരാചാര്യരാണ് ഇന്ന് കാണുന്ന ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ക്രമീകരിച്ചതാണ്. ബദരീനാഥ് ക്ഷേത്രത്തിലെ വിഗ്രഹം സ്വയംഭൂവാണ്. പക്ഷേ അതിനെ ഇന്ന് കാണുന്ന രീതിയിൽ പുനഃപ്രതിഷ്ഠിച്ചത് ജഗദ്ഗുരു ആദിശങ്കരനാണ്. ആചാര്യസ്വാമികളുടെ ഒരു അനുഗ്രഹവും നിശ്ചയവുമാണ് ബദരിയിലെ പൂജാരിമാർ എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ കേരളത്തിലെ കണ്ണൂർ രാഘവപുരത്തെ വേദ പാരമ്പര്യമാണ് ബദരിയിലെ രാവൽജിമാരായിട്ട് അല്ലെങ്കിൽ പൂജാരിമാരായിട്ട് നിയോഗിക്കപ്പെടുന്നത്. തപസ്സിന്റെയും ശാന്തിയുടെയും ആ ദിവ്യതയാണ് ഇന്ന് ആനിക്കോടിന്റെ ഈ മണ്ണിന് രാവൽജിയുടെ ഈ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് അനുഭവപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി, നമുക്കറിയാം, ഒരു വർണ്ണനയ്ക്ക് പോലും അതീതമായി നിൽക്കുന്ന ഭവ്യമായ ഒരിടമാണ് ബദരികാശ്രമം. അതുല്യമായ ഈ ബദരി ആശ്രമത്തിൽ നിന്നും ആദിശങ്കരന്റെ മണ്ണിലേക്ക് ഒരു മടക്കയാത്ര, ഒരു നിഷ്കാമ കർമ്മയോഗിയുടെ മടക്കയാത്ര എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ വളരെ ഗംഭീരമായി ഭക്തിയോടുകൂടി സ്വാഗതം ചെയ്യുന്ന കേരളക്കരയെ പത്രമാധ്യമങ്ങളിലും ഒക്കെ വായിച്ചിട്ടുണ്ട്, നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ആ സാന്നിധ്യത്തെ. പക്ഷെ എനിക്ക് ഈ സമയത്ത് പറയാൻ തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശങ്കരഭൂമിയിൽ പിറന്ന അദ്ദേഹം ഇവിടെ നിന്ന് ബദരിയിലേക്കും ബദരികാശ്രമത്തിൽ നിന്ന് തിരിച്ചു ശങ്കരഭൂമിയിലേക്കും വന്നു എന്ന് പറഞ്ഞാൽ അതൊരു മടക്കയാത്ര എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായും രാവൽജിയെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മടക്കയാത്ര ഇല്ല. ഇപ്പോഴും അദ്ദേഹം സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിന്റെ തന്നെ അവതാര പുരുഷനായിട്ടാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ സവ്യാപസവ്യമായിട്ടുള്ള ജീവന്റെ ഒരു സവിശേഷതയാണ് ശരിക്കും ബദരികാശ്രമത്തിൽ നിന്നും ആദിശങ്കര ഭൂമിയിലേക്കും തിരിച്ചു അങ്ങോട്ടുമുള്ള അദ്ദേഹത്തിന്റെ യാത്രയെ ജീവനുമായി ബന്ധപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു താത്വികമായ ഒരു ചിന്ത എന്ന് മാത്രം. അപ്പൊ രാവൽജി ഒരു പൂജകൻ മാത്രമല്ല, നമുക്കറിയാം ഈ ഭാരതവർഷത്തിന്റെ ഭരണാധികാരി കൂടിയാണ്. രാമായണത്തിലെ ഒരു ശ്ലോകം കോട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാവണൻ മരീചനോട് പറയും, നീ പൊന്മാനായി വേഷമിട്ട് സീതയെ മോഹിപ്പിക്കണം എന്ന് പറയുന്ന സമയത്ത് മരീചൻ പോലും രാവണനെ ഉപദേശിക്കുന്ന ഒരു വാക്കുണ്ട്, നിനക്ക് രാമനെ കുറിച്ച് എന്തറിയാം,
രാമൻ എന്ന് വെച്ചാൽ കേവലം അയോധ്യയുടെ ഒരു അധികാരിയല്ല, കേവലം അയോധ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ മാത്രം ഭരണാധികാരിയല്ല. രാജാ സർവസ്യ ലോകസ്യ ദേവാനാമിവ വാസവഹ എന്നാണ് പറയുക. സർവ്വലോകത്തിന്റെയും അധികാരിയാണ്. ഇത് പറഞ്ഞതുപോലെ എനിക്ക് ഇവിടെയും ആ വാക്കുകൾ, ആ ശ്ലോകത്തിലെ ഉദ്ധരണികൾ ഉപയോഗിക്കാൻ തോന്നുകയാണ്. കാരണം കേവലം നമ്മള് പ്രാദേശികമായൊരു വ്യത്യാസം കണക്കിലെടുത്ത് ഉത്തരഭാരതത്തിലെ ഭഗവാന്റെ ഒരു പ്രതീകം മാത്രമല്ല, നമ്മളുടെയൊക്കെ ഭരണാധികാരിയും നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്ന ഒരു ദിവ്യ സാന്നിധ്യവും കൂടിയാണ് രാവൽജി എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹം ജനമനസ്സുകളെയൊക്കെ പ്രകാശപൂരിതമാക്കി അവരുടെ ജീവിതത്തെയൊക്കെ നയിക്കുന്ന സാർത്ഥകമായ ഒരു ജീവിതം ഇന്നും തുടർന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ ഭദരിയുടെ അനുഭവങ്ങളെ, ആ ആന്തോളനങ്ങളിലേക്ക്, നമ്മുടെ ആനിക്കോടിന്റെ മണ്ണിലേക്കും അതിനെ വ്യാപരിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ദിവ്യ സാന്നിധ്യം ചെയ്തതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് സാന്ദീപനി സാധനാലയത്തിന്റെയും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെയും പേരിൽ ഊഷ്മളമായ ഹൃദ്യമായ സ്വാഗതം നേർന്നുകൊള്ളുന്നു. സ്വാഗതം. എന്നും ഇവിടെ എത്തിച്ചേരാറുള്ള സാന്നിധ്യങ്ങളെ കൊണ്ടാണ്. സാന്ദീപനി സാധനാലയത്തിന്റെ സന്തത സഹചാരി എന്നൊക്കെ പറയുന്നത് പോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിഭാഗ് സംഘചാലകരായ മാന്യ VK സോമസുന്ദരൻ അവർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഇവിടെ അനുഗ്രഹ സാന്നിധ്യമായി എത്തേണ്ടിയിരുന്നത് സംപൂജ്യ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി അവർകളാണ്. ദക്ഷിണ ഭാരതത്തിലെ പ്രഥമ മഹാമണ്ഡലേശ്വർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശിഷ്യരൂപത്തിൽ ഇവിടെയുണ്ട്. സ്വാമിനി വസന്താനന്ദ സരസ്വതി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്വാമിനി അമ്മയെയും വളരെ സ്നേഹത്തോടു കൂടി ആനിക്കോടിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്പാടി നാരായണ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ നിരവധി തവണ സത്സംഗങ്ങളും നാരായണീയ പാരായണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇന്നും അത് തുടർന്നു പോരുന്ന ഒരു യജ്ഞമായിട്ട് മാറുകയാണ്. നാരായണീയ സമിതിയുടെ, അമ്പാടി നാരായണീയ സമിതിയുടെ അധ്യക്ഷൻ, സാരഥി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശ്രീമാൻ സന്താനകൃഷ്ണൻജി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. സാന്ദീപനിയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്ന വേണുഗോപാൽജി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസ ഭാഷണത്തിനായി എത്തിച്ചേർന്ന അയ്യപ്പ സേവാ സമാജം ജില്ലാ പ്രസിഡന്റ് ശ്രീ നരേന്ദ്രൻ അവർകൾ, അദ്ദേഹത്തെയും ഊഷ്മളമായി ആനിക്കോടിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാന്ദീപനി സാധനാലയം പൈതൃക ജില്ല പാലക്കാടിനോട് ബന്ധപ്പെട്ട് 8 യോഗം എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇത് തിരുവിതാംകൂർ ആസ്ഥാനമായി നടത്തുന്ന ഒരു ഭരണ വാഴ്ചയുടെ തലത്തിൽ ഉള്ള ഒരു സംഗതിയാണ്. അതിനെ പൈതൃക ജില്ലയ്ക്ക് വേണ്ടി പാലക്കാടിന്റെ 8 യോഗം എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 8 യോഗം ചെയർമാനായിട്ടുള്ള ശ്രീ പത്മകുമാർജി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ക്ഷമിക്കണം, പത്മഗിരീഷ് അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും സ്വാഗതം. കൂടിയാട്ടം കലാകാരൻ, പാലക്കാടിന്റെ പൈതൃകത്തെ മഹത്വവൽക്കരിച്ച ശ്രീ മാണിമാധവ ചാക്യാരുടെ പൗത്രൻ പ്രൊഫസർ ശ്രീ മാധവൻ സാർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം പാഠക ആചാര്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം. നമ്മുടെ പൈതൃകശ്രീ പുരസ്കാരത്തിന് സംസ്കൃത വിഭാഗത്തിൽ അർഹനായ ഇദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാന്ദീപനി സാധനാലയത്തിന്റെ ട്രസ്റ്റി കൂടിയായ ശ്രീമാൻ വേലായുധൻ അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. സാന്ദീപനിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ശാഖ എന്ന് പറയുന്ന ഭജൻ ശ്രീശങ്കരയുടെ ഒരു ദിവ്യ ശബ്ദം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാമികളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാന്ദീപനി സാധനാലയത്തിന്റെ ആചാര്യൻ സർവോപരി ശ്രീ ശ്യാം ചൈതന്യ അവർകൾ, അദ്ദേഹത്തെയും ഈ സാംസ്കാരിക വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് അധ്യക്ഷ ഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാന്യ ശ്രീ സോമേട്ടനെ ക്ഷണിക്കുന്നു. ആദരണീയ വ്യക്തിത്വങ്ങളെ, മുന്നിലിരിക്കുന്ന അമ്മമാരെ, മാത്തൂര്, ആനിക്കോട് ഭാഗത്ത് എല്ലാ നല്ലവരായ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന്
പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ച് തുടക്കമിട്ടിരിക്കുക കൊടിയേറ്റം. ഈ കൊടിയേറ്റത്തിന് എത്തിയിരിക്കുന്നത് അറിയാം, ബദരീനാഥിലെ പൂജാരിയായിരുന്ന ആചാര്യനായിരുന്ന റാവൽജിയാണ്. ഇപ്പോൾ റാവൽജി വേറെയാണ്. ഏതോ കുറേ വർഷങ്ങൾ 12 വർഷമൊക്കെ കഴിയുമ്പോൾ മാറ്റം വരും. ശങ്കരാചാര്യരുടെ ബദരീനാഥ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, കേരളത്തിലെ ബ്രാഹ്മൺ പൂജാരി, നമ്പൂതിരി ബ്രാഹ്മിൻസ് ആണ് അവിടെ പൂജ ചെയ്യുക. അത് എത്രയോ കാലം അത് അദ്ദേഹം പറയും, വ്യക്തമാക്കും എത്ര വർഷം കഴിഞ്ഞാലാണ് ഈ റാവൽജി മാറുന്നത് എന്നുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ റാവൽജിയെ കാണുന്ന വേഷം ഈ കാണുന്നതായിരിക്കില്ല. അവിടെ കോട്ട് ഭയങ്കര തണുപ്പാ. അങ്ങനെ ആ തണുപ്പില് നല്ല കോരി തണുക്കുന്ന, കിട വരയ്ക്കുന്ന, മരവിക്കുന്ന, കൊച്ചുന്ന ആ തണുപ്പിലാണ് പൂജ ചെയ്യുന്നത്. അവിടെ കോട്ടൊക്കെ ഇട്ട് ആണ് പൂജ ചെയ്യുക. കേരളത്തിൽ നമ്മൾ കാണുന്നത് ഷർട്ട് ഊരിക്കൊണ്ടാണ് പൂജാരിമാരും നമ്മൾ ക്ഷേത്ര ദർശനത്തിന് വരുന്നവരും എല്ലാം വരുന്നത്. അപ്പൊ അത് കുറച്ച് വ്യത്യാസമാണ്. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് റാവൽജി വന്നത് വളരെ ഭാഗ്യമാണ്. പിന്നെ പ്രതിഷ്ഠാദിനത്തിന് പല ക്ഷേത്രങ്ങളിൽ ഇന്ന് കാണുന്നത് പൊതുവെ ആർഭാടങ്ങൾ, പാട്ട് കച്ചേരി, ക്ഷേത്രവിരുദ്ധമായ സംഗതികൾ പലതും, ഈ കൂത്തും കുടിയാട്ടവും മാത്രം. മറിച്ച് തികച്ചും ജനങ്ങൾക്ക് ബോധവൽക്കരിക്കപ്പെടുന്ന പരിപാടികളില്ല. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിൽ നമുക്ക് ഹിന്ദുക്കൾ എന്താണ് പ്രതിഷ്ഠാ ദിനമെന്ന് തന്നെ പലർക്കും അറിയില്ല. ഈ പ്രതിഷ്ഠ എന്ന് പറയുന്ന ദിനം വർഷത്തിലൊരിക്കൽ നമ്മൾ പ്രതിഷ്ഠാ ദിനം നടത്തുന്നു. 12 വർഷം കഴിഞ്ഞാൽ മഹാക്ഷേത്രങ്ങളിൽ കുംഭാഭിഷേകം നടത്തുന്നുണ്ട്. ഈ പ്രതിഷ്ഠാ ദിനം നടത്തുന്നത് എന്തിനാണ്? ഞാൻ ചെറിയതായിട്ട് പറയുന്നു, കാരണം റാവൽജിയെ പോലെയുള്ളവർ സംസാരിക്കാനുള്ളത് കൊണ്ട്. പ്രതിഷ്ഠാ ദിനം ഒരു വർഷം നമ്മൾ പൂജ ചെയ്യുമ്പോൾ അതിൽ അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യുന്ന ചന്ദനം, പാല്, ഈ അഭിഷേക വസ്തുക്കളെല്ലാം വന്ന് അതിലെ നമ്മളുടെ അഷ്ടബന്ധം വേർവിട്ട് അതിനകത്ത് ചിലപ്പോൾ ചില മാലിന്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ഇതേ പ്രക്രിയ ഷടാധാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ, ഷടാധാരം എന്ന് പറഞ്ഞാൽ 6 പടികൾ ഉണ്ട്, അത് മൂലാധാരം മുതൽ. അപ്പോൾ അതാണ് ഈ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്നത്. അല്ലാതെ 6 പടി ചവിട്ടി കയറി ആ പടികളാണ്. അപ്പോൾ അതുപോലെയാണ് ഈ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അത് ഈ അഷ്ടബന്ധം ഇട്ട് വീണ്ടും ഉറപ്പിക്കുന്ന ചടങ്ങുകളാണ്. ആ സമയത്താണ് നവധാന്യങ്ങൾ മുളപ്പിച്ച് നമ്മുടെ കലശത്തിലെല്ലാം ആ സമയത്ത് ചൈതന്യത്തെ ആവാഹിച്ച് കൊണ്ടുവരുന്നതും ഉള്ള കാര്യങ്ങൾ. ഇതിനെ സംബന്ധിച്ച് താന്ത്രികമായിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിവ് തേടാവുന്നതാണ്. പക്ഷെ എനിക്ക് പറയാൻ സമയമില്ല അധികം. ക്ഷേത്ര ചൈതന്യത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇപ്പോൾ പറയുന്നില്ല. ഏതായാലും ഈ പ്രതിഷ്ഠാ ദിനത്തിന് മൂലാധാരത്തില് ചൈതന്യം പകരുന്ന, അതായത് മൂലമന്ത്രം ആണ് ഈ കൊടുക്കുന്നത്. നമ്മൾ ടേപ്പ് റെക്കോർഡിൽ നമ്മൾ പാട്ട് പാടുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് മൂലമന്ത്രം. ദേവന് ഈ അഷ്ടബന്ധം ഇടിക്കുമ്പോൾ ഓം നമശിവായ ആണെങ്കിൽ ഓം നമശിവായ, ഓം നമശിവായ എന്ന് പറഞ്ഞിട്ട് ഉറപ്പിക്കുന്നത് വീണ്ടും തിരിച്ച് അതിൽ നിന്ന് ശബ്ദം വരുന്നവരാണ്, അദൃശ്യമായ ശബ്ദം വരുന്നുണ്ട്. അതാണ് നമ്മൾ ക്ഷേത്രത്തിൽ ദർശനത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ആ ചൈതന്യമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ധ്യാനിച്ച് നിൽക്കുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ ധാരാളം ഉണ്ട് നിങ്ങൾ പറയാൻ. അപ്പോൾ ഇതൊന്നും പറയാൻ സമയമില്ല. പക്ഷെ പ്രതിഷ്ഠാ ദിനത്തിന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി റാവൽജിയിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി സാന്ദീപനി സാധനാലയത്തിന്റെ പൈതൃക ജില്ലാ പാലക്കാടിന്റെ ഒരു വലിയ ഉദ്യമമാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്ന് പറയുന്ന പദ്ധതി. എല്ലാ ഗൃഹങ്ങളിലും ശ്രീശങ്കര വിഗ്രഹം എത്തിച്ച് ശങ്കരന്റെ മഹത്വം, ആ അദ്വൈതത്തിന്റെ പുനഃപ്രതിഷ്ഠ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും വരുന്ന തലമുറയിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് സാന്ദീപനി. അതിന്റെ ഭാഗമായി ശ്രീശങ്കരന്റെ വിഗ്രഹത്തെ നമ്മളുടെ വിശിഷ്ട സാന്നിധ്യമായ ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിക്ക് നൽകാൻ ഒരു ചടങ്ങ് ഇവിടെ നടക്കാൻ പോവുകയാണ്. പ്രശസ്ത കൂടിയാട്ടം കഥകളി ആചാര്യനായ മാണിമാധവ ചാക്യാരുടെ പൗത്രനായ പ്രൊഫസർ ശ്രീ മാധവൻ സാർ, നമ്മുടെ പൈതൃക ജില്ലാ പാലക്കാടിന്റെ സംസ്കൃത പുരസ്കാരത്തിന് അർഹനായ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ റാവൽജിക്ക്
ശങ്കര വിഗ്രഹം കൈമാറുന്നത്. ആദ്യമായി അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഹര ഹര ശങ്കര ജപിച്ച് നമുക്കും ഇതിൽ പങ്കുചേരാം. ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര. സ്മൃതി പുരാണാലയം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. ഭദ്രം കരോതു സതതം ഭദ്രേ വിശാല. ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം, ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രാരംഭം കുറിക്കത്തക്ക രീതിയിൽ ധ്വജാരോഹണം കഴിഞ്ഞു. ഇന്നു മുതൽ 5 നാളുകളിലായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠാദിനത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഏതായാലും ഇതുപോലെയുള്ള ഒരു ധന്യമുഹൂർത്തത്തിൽ ഈ ക്ഷേത്രാങ്കണത്തിൽ എത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. കാരണം ഈ ക്ഷേത്രത്തിൽ എത്തിയ സമയത്ത് തന്നെ ഭഗവത് ചൈതന്യം, ഭഗവാന്റെ ശക്തിയെ നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം തരുന്നൊരു ഭൂമിയാണ്. അത്രത്തോളം ഭഗവത് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഭൂമി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭൂതി നമുക്കുണ്ടാകുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് ലഭിക്കണമെന്നില്ല. നമുക്ക് ചില ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് മാനസിക സന്തോഷങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഭഗവത് ചൈതന്യം കൂടുതലുള്ള ഭൂമിയിലെത്തുമ്പോൾ മാനസികമായ സന്തോഷം, നമുക്കൊരു ഉത്സാഹം കൂടുതലുണ്ടാവും. ഇവിടുത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു അനുഭൂതിയാണ് എനിക്ക് ലഭിച്ചത്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് തന്നെ വളരെ യാദൃശ്ചികമായിട്ടുള്ള ഒരിതാണ്. എന്നോട് ചോദിച്ച സമയത്ത് എനിക്ക് മറ്റൊരു പ്രോഗ്രാമിൽ പോകേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ട് എത്താൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു. എന്നാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെയൊരു ധന്യമായ മുഹൂർത്തത്തിലൂടെ നിൽക്കാൻ സാധിക്കുന്നത് തന്നെ ബദ്രിനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ആധ്യാത്മികമായ വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ട, ആധ്യാത്മിക വിഷയങ്ങളിൽ കൂടുതൽ അറിവ് നേടേണ്ട ഒരു കാലം തന്നെയാണ്. അതിന് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. അതിൽ കൂടുതലും വരും തലമുറയെ കൂടുതലായിട്ട് ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കണം. അതിന് ഇതുപോലെയുള്ള സന്ദീപിനി പോലെയുള്ള ട്രസ്റ്റുകൾ അവിടെ നടക്കുന്ന ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ കുട്ടികളെ കൂടുതൽ പങ്കെടുപ്പിച്ച് മുമ്പോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഏതാണ്ട് ഈ ഒരു കാലയളവിൽ കുട്ടികളെ സംബന്ധിച്ച് മനോബലം കുറവാണ്. അവരുടെ ചിന്തകൾ മറ്റുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ വ്യതിചലിച്ചു പോകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം നമ്മുടെ കുടുംബത്തിൽ. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മുമ്പോട്ടുള്ള ജീവിതം, കാരണം ഈ മനുഷ്യ ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് പരിപൂർണതയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. മനുഷ്യജന്മം എന്നുള്ളത് തന്നെ ഏറ്റവും പുണ്യമായൊരു ജന്മമാണ്. അതുകൊണ്ടാണ് ബദ്രികാശ്രമത്തിൽ സത്യയുഗത്തിൻ്റെ ധാമമായിട്ടാണ് ബദ്രികാശ്രമം പറയുന്നത്. ഈ സത്യയുഗത്തിലെ മോക്ഷത്തിൻ്റെ ധാമമായിട്ട് പറയുന്നു. അതിൽ ബദ്രിനാഥൻ മഹാവിഷ്ണുവായിട്ടാണ്. പക്ഷെ നാഥൻ എന്ന് കേൾക്കുന്ന സമയത്ത് മഹാദേവനാണോ എന്ന് സംശയം വരും. അത് ചിലപ്പോൾ ബദ്രികാശ്രമത്തിൻ്റെ ഭൂമി, ബദ്രിനാഥൻ്റെ ഭൂമി മഹാദേവൻ്റെ കേദാരേശ്വരൻ്റെ ഭൂമിയായിട്ടാണ് പറയുന്നത്. അതൊരു വാമനാവതാര രൂപത്തിൽ, ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു ലീലാരൂപത്തിലായിട്ട് ഭഗവാൻ മഹാവിഷ്ണു കൈപ്പറ്റിയ ഭൂമിയായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാമനാവതാര ജയന്തിക്കാണ് ബദ്രികാശ്രമത്തിലെ പ്രധാന ഉത്സവം. ആ കേദാരേശ്വരൻ്റെ ഭൂമി ആയതുകൊണ്ടാവാം ബദ്രിനാഥൻ എന്ന് കേൾക്കുമ്പോൾ സാധാരണ എല്ലാവരുടെ മനസ്സിലും മഹാദേവനാണ് എന്നുള്ളൊരു ധാരണ വരുന്നത്. ബദ്രികാശ്രമത്തിൻ്റെ മഹത്വം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നാണ്.
കാരണം നമ്മുടെ 18 പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഭൂമിയാണ് ബദ്രികാശ്രമം. അതുപോലെ ഭാഗവതത്തിൻ്റെ ഭൂമിയാണ്, മഹാഭാരതത്തിൻ്റെ ഭൂമിയാണ്. അങ്ങനെ അനവധി പ്രത്യേകതകളാണ് ബദ്രികാശ്രമത്തിന്. വ്യാസമഹർഷി വസിച്ച ഭൂമിയാണ്. അതുപോലെ നാരദ മഹർഷിക്ക് ശാപമോക്ഷം ഉള്ള ഭൂമിയാണ്. കുബേര ഭഗവാനെ പൂജിക്കാൻ വിധി പറയുന്ന ഭൂമിയാണ്, കുബേരഭൂമിയാണ്. കുബേരഭൂമിയായ അളകാപുരിയിൽ നിന്ന് വരുന്ന നദി അളകനന്ദയുടെ തീരത്താണ് ഈ ബദ്രികാശ്രമം. ബദ്രിനാഥനെ സംബന്ധിച്ച് മഹാവിഷ്ണു ഭഗവാൻ പത്മാസനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാണ് ബദ്രികാശ്രമം. ഈ ഭൂമിയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഈ മനുഷ്യജന്മം ഒരു തപസ്സായി പൂർത്തീകരിക്കണം എന്നാണ്. കാരണം നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരു തപസ് പോലെ, ഒരു ഗൃഹസ്ഥനാണെങ്കിലും നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഒരു തപസ്സായി നമ്മൾ ആചരിച്ചു വരണം എന്നുള്ളത് ഭഗവാൻ കാണിച്ചു തരുന്ന ഭൂമിയാണ് ബദ്രികാശ്രമം. അത്രയും പുണ്യം നിറഞ്ഞ ഭൂമിയിൽ ഗരുഡപുരാണത്തിൽ പറയുന്ന മനുഷ്യനായി ജനിച്ചാൽ ഒരു തവണയെങ്കിലും ബദ്രിനാഥൻ്റെ ദർശനത്തിനാണ് പറയുന്നത്. ആ ദർശനം നടത്തണം എന്നാണ് പറയുന്നത്. കാരണം ഹിമാലയ യാത്രയിൽ നമ്മൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം വരുത്തും. നമ്മളൊരു പ്രാവശ്യങ്ങളിൽ യാത്ര ചെയ്താലാണ് നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാകുക. അങ്ങനെ ഹിമാലയ യാത്ര നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയിലും നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സംസാര രീതിയിലും ഒക്കെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അങ്ങനെ 8 വർഷത്തിന് മുകളിൽ പൂജിച്ചവരെ ബോലന്ത ബദരി എന്നാണ് അവിടെ വിളിക്കുന്നത്. സംസാരിക്കുന്ന ഭഗവാനായിട്ടാണ് അവർ കാണുന്നത്. ഈ നമ്മൾ ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും, ഭഗവാനെ പൂജിക്കാൻ തുടങ്ങുന്ന സമയത്ത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ആ ഐശ്വര്യങ്ങൾ വരുന്നത് ആ ഭഗവാനെ പൂജിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ചിന്തയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന പറയുന്നത്. കാരണം ബദ്രികാശ്രമത്തിൽ എത്തുന്നൊരു ഭക്തനാണെങ്കിൽ പോലും മായാഭൂമിയായിട്ടാണ് ബദ്രികാശ്രമം പറയുന്നത്. മായാഭൂമി, നാരദക്ഷേത്രം. അപ്പം നാരദക്ഷേത്രത്തിൽ നമ്മുടെ ചിന്തകളെ എങ്ങോട്ട് വേണമെങ്കിലും മാറാം. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു 6 മണിക്കൂർ 7 മണിക്കൂർ ദർശനത്തിന് ക്യൂവിൽ നിന്നായിരിക്കും ദർശനം ചെയ്യുക. അപ്പം അങ്ങനെ ദർശനം ചെയ്യുന്ന സമയത്ത് മനുഷ്യൻ്റെ മനസ്സിൽ ചിലപ്പം ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ആ ഭൂമിയിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. എന്നാൽ പെട്ടെന്ന് വന്ന് ദർശനം ചെയ്ത് പോകുന്ന ഒരു സ്പെഷ്യൽ ദർശനത്തിന് വന്ന് തൊഴുതു പോകുന്ന വ്യക്തിയും അവിടെ ആ ഭഗവാന്റെ ദർശനത്തിന് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിനും മനസ്സിൽ ദേഷ്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജന്മാന്തര ദുരിതമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. കാരണം ഭഗവാന് ഏതെങ്കിലും തരത്തിലൊരു പരീക്ഷണാർത്ഥമായിട്ടാവാം നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളിലൂടെ ദർശനത്തിനൊരു ഭാഗ്യം തരുന്നത്. നമ്മളത് തിരിച്ചറിയാതെ ദർശനം നടത്തുന്ന സമയത്ത് അതിൽ കുറ്റങ്ങൾ കണ്ടെത്തി നമ്മൾ ആ മഹാഭാഗ്യത്തെ തിരിച്ചറിയാതെ വരുമ്പം അതൊരു മഹാപാപമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പം ആ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ദേവന്മാരുടെ പ്രസാദമായിട്ട്, ദേവന്മാരുടെ അനുഗ്രഹമായിട്ട് നമ്മൾ സ്വീകരിക്കണം എന്നാണ് ബദ്രികാശ്രമത്തിൽ പറയുന്നത്. കാരണം ഓരോ മനുഷ്യനും ബദ്രികാശ്രമത്തിൽ എത്തുമ്പോൾ അവിടെ സ്വന്തമായിട്ടൊരു അനുഭവം ഉണ്ടാവും. അത് ഭഗവാനായിട്ട് നമുക്ക് തരുന്നതാണ്. അതുകൊണ്ടാണ് ബദ്രികാശ്രമത്തിൽ മനുഷ്യനായി ജനിച്ചാൽ ഒരു തവണയെങ്കിലും ആ ബദ്രികാശ്രമത്തിൽ ദർശനം ചെയ്യണം എന്ന് പറയുന്നത്. ബദ്രികാശ്രമത്തിൽ പോകുന്ന എല്ലാവരും പറയുന്നത് ഭഗവാൻ നമ്മളെ വിളിച്ചാൽ മാത്രമേ ബദ്രികാശ്രമത്തിൽ എത്തൂ എന്നാണ്. പക്ഷെ ഭഗവാനല്ല, ഉദ്ധവരാണ് ശരിക്കും പറഞ്ഞാൽ ബദ്രികാശ്രമത്തിലേക്ക് നമ്മളെ ഓരോ മനുഷ്യരെയും കൊണ്ടുപോകുന്നത്. കാരണം ഉദ്ധവരാണ് ഈ കലിയുഗത്തിൽ ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് നന്മയിലേക്ക് എത്താൻ, എന്താണ് മോക്ഷത്തിലേക്ക് എത്താൻ എന്താണ് ഉണ്ടാവുക എന്ന് ഭഗവാൻ ചോദിക്കുന്നത്. ആ സമയത്തും ഭഗവാൻ പറയുന്ന ഉദ്ധവരോടാണ് ആത്മജ്ഞാനത്തിനായിട്ട് ഭഗവാന്റെ പാദവുമായിട്ട് ബദ്രികാശ്രമത്തിലേക്ക് പോകാനാണ് ഭഗവാൻ ഉദ്ധവരെ ഉപദേശിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഉദ്ധവരുടെ സംശയം ദൂരീകരിച്ച് ഉദ്ധവര് ഭഗവാന്റെ സ്വരൂപമായിട്ട് മാറുന്നെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനോടുള്ള ഭക്തി യഥാർത്ഥ ഭക്തിയായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഭഗവത് സ്വരൂപമായിട്ട് മാറും. അത് ഈ മനുഷ്യജന്മം കൊണ്ട് മാത്രമാണ് നമുക്ക് സാധിക്കുക. അപ്പം അങ്ങനെ ഭഗവത് സ്വരൂപത്തിലേക്ക് മാറിയ ഉദ്ധവരാണ് നമ്മൾ ഓരോരുത്തരെയും
ബദ്രിനാഥൻ്റെ ആ ചരണത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത്. ഉദ്ധവരെ തന്നെയാണ് ബദ്രികാശ്രമത്തിൽ ഭഗവാന്റെ ഉത്സവമൂർത്തിയായിട്ട് ആരാധിക്കുന്നതും. അതുപോലെ തന്നെ ബദ്രികാശ്രമത്തിലെ മഹിമ നോക്കുകയാണെങ്കിൽ ഭഗവാന് നിവേദിച്ച നിവേദ്യം കൊണ്ട് പിണ്ടം ചെയ്യുന്ന ഏകസ്ഥലം ബദ്രികാശ്രമമാണ്. ഭഗവാന് നിവേദിച്ച നിവേദ്യം കൊണ്ടാണ് അവിടെ പിണ്ടം ചെയ്യുന്നത്. ബ്രഹ്മാവിൻ്റെ ശിരസിന് മോക്ഷം കൊടുത്ത ഭൂമിയാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബ്രഹ്മകപാലം എന്നാണ് അറിയപ്പെടുന്നത്. അത് മഹാദേവൻ ബ്രഹ്മാവിൻ്റെ ശിരസിന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് പിണ്ടം ചെയ്ത ഭൂമിയായിട്ടാണ് ഈ ബ്രഹ്മകപാലത്തെ അറിയപ്പെടുന്നത്. പക്ഷേ ആ സാഹചര്യം മഹാദേവൻ ഭിക്ഷയെടുക്കുന്ന യോഗം വന്നു ചേരും. ആ ഭിക്ഷയെടുക്കുന്ന സമയത്ത് ഭിക്ഷയെടുത്ത് ബദ്രികാശ്രമത്തിൽ എത്തുകയും ലക്ഷ്മി ദേവിയുടെ മുമ്പിലെത്തി ഭിക്ഷയ്ക്ക് യാചിക്കുന്ന സമയത്ത് ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കൊടുക്കുന്നത്. ആ സമയത്ത് ആ നിവേദ്യം കൊണ്ട് പിണ്ടം ചെയ്തത് കൊണ്ട് ബ്രഹ്മാവിൻ്റെ ശിരസിന് മോക്ഷം കിട്ടിയതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്നും ഭഗവാന് നിവേദിച്ച നിവേദ്യം കൊണ്ടാണ് പിണ്ടം ചെയ്യുന്നത്. പിതൃക്കളുടെ പേരിലും മരിച്ചുപോയ ആൾക്കാരുടെ മരിച്ച നക്ഷത്രം വെച്ചും പൂജ ബദ്രികാശ്രമത്തിൽ ചെയ്യാറുണ്ട്. അത് വളരെ പരമ്പരയായിട്ട് നടന്നു വരുന്ന ഒരു പാരമ്പര്യ രീതിയാണ് അവിടുത്തേത്. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഈ മനുഷ്യജന്മം പൂർത്തീകരിക്കണേ നമ്മൾ ഓരോരുത്തരും ബദ്രികാശ്രമത്തിലെ ആ ഭഗവാന്റെ ദർശനം ആ ഭൂമിയിലെത്തിയാൽ തന്നെ മതി. കാരണം ഒരു ക്ഷേത്രത്തിലും, ഈ ക്ഷേത്രത്തിലാണെങ്കിൽ തന്നെ ദേവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയാണ്. ഒരു ദേവചൈതന്യം കേവലം ഒരു വിഗ്രഹത്തിന് മാത്രമല്ല, ആ വിഗ്രഹം നമുക്ക് ഭഗവാനെ ഉപാസിക്കാനുള്ള ഉപാധിയായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് നിന്നാൽ മാത്രമേ നമ്മളിവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരം ഇവിടെ ഇരുന്നിട്ട് മനസ്സ് പുറത്തോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ, നമ്മൾ പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ദേവചൈതന്യവും. അപ്പോൾ ആ ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും ആ ഭൂമിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഗുരുവായൂരെത്തി കഴിഞ്ഞാൽ വളരെ വലിയ തിരക്കാണ്. നമുക്ക് തൊഴാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും, ശ്രീകോവിലിൻ്റെ മുമ്പിൽ വരുത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ ക്ഷേത്രാങ്കണത്തിൽ പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചോട്ടിൽ നിന്ന് തൊഴുതാലും ഭഗവാൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ ദർശനം പൂർത്തിയായി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഈ കലിയുഗത്തിൽ അങ്ങനെയാണ്. ബദ്രികാശ്രമത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോവുക, ആ ഭഗവാന്റെ ആ ഗർഭഗൃഹത്തിൻ്റെ മുമ്പിൽ എത്താൻ വേണ്ടിയിട്ട് ഭഗവാനോട് നമ്മൾ അപേക്ഷിക്കുക, നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം തരണേന്ന്. കാരണം അങ്ങനെ ആവുന്ന സമയത്താണ് നമുക്ക് പൂർണ്ണമായിട്ടും ആ ഭഗവത് ചൈതന്യം, കാരണം ദേവന്മാരും 6 മാസം പൂജിക്കുന്ന ആരാധനാമൂർത്തി വിഗ്രഹമാണ്. അപ്പോൾ ആ ദേവദർശനത്തിന് ഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ആൾ ഉദ്ധവരാണ്. പക്ഷെ ബദ്രികാശ്രമത്തിലെത്തുന്ന കൂടുതൽ ആൾക്കാരും ആദ്യം ചോദിക്കുന്നത് കുബേരൻ എവിടെയാണെന്നാണ്. ഈ ഉദ്ധവരില്ലെങ്കിൽ കുബേരനില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ധനം എന്നുള്ളതാണ്. ഐശ്വര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ധനം എന്നുള്ളതല്ല. നമുക്ക് ആരോഗ്യവും നല്ല മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ധനം അതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഐശ്വര്യം എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാവരും ധനം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഭഗവാനെ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മുടെ ഭക്തി യഥാർത്ഥ ഭക്തിയായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള സജ്ജനങ്ങളെയൊക്കെ നമുക്ക് സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ധർമ്മം. നമ്മൾ അതിന് ഓരോരുത്തരും ശ്രമിക്കുക. നമ്മുടെ ആ ഒരു പോരായ്മയാണ് ഇന്നത്തെ കാലത്ത് വരും തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ മനസ്സിന് ബലമില്ലാത്ത അവസ്ഥയിലാണ്. അവരുടെ മനസ്സിന് ബലം കൊടുക്കണമെങ്കിൽ നമുക്ക് സാധിക്കുന്നത് ആധ്യാത്മിക വിഷയങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദിവസവും നമ്മൾ നിത്യവും നമുക്ക് വീടുകളിൽ സന്ധ്യയ്ക്ക് കുറച്ച് നേരമെങ്കിലും നാമം ജപിക്കുന്നതും, അതുപോലെ നമ്മൾ യാത്രാവേളയിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ആധ്യാത്മികമായ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുക. അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് നാമം ജപിച്ച് നമ്മൾ യാത്ര തുടങ്ങുക. നമ്മുടെ ഏതൊരു പ്രവൃത്തിയിലും നമ്മുടെ ആ ആധ്യാത്മികമായ ആ ശക്തിയെ, ആ ഭഗവത് ചൈതന്യത്തിൽ നമ്മൾ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാത്ത പക്ഷമാണ് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ആ ദേവ ചൈതന്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് നമുക്ക് ആധ്യാത്മികമായ വിഷയത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നിരന്തരമായ ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിലെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഭാഗവത സപ്താഹം 7 ദിവസം നമ്മൾ സപ്താഹം കേട്ടാലും നമ്മുടെ മനസ്സിൽ നമ്മൾ ആ കേൾക്കുന്ന ഓരോ കഥകളിലൂടെയും നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോകുമ്പോഴാണ് നമ്മൾ ആ ഭാഗവത സപ്താഹം ശ്രവിച്ചതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ.
ഭാഗവതം കേട്ടാൽ തന്നെ മോക്ഷം കിട്ടും, പുണ്യം ആണെന്ന് പറഞ്ഞാലും ആ കേൾക്കുക എന്നുള്ളത് മനസ്സുകൊണ്ട് അത് ഉൾക്കൊള്ളുക എന്നാണ് അതിനർത്ഥമാവുന്നത്. വെറുതെ നമ്മൾ കേട്ടിട്ട് വർത്തമാനം പറഞ്ഞിരുന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭാഗവത സപ്താഹം കേട്ട ഫലം നമുക്കുണ്ടാവില്ല. നമ്മൾ ഈ സപ്താഹം കേൾക്കുന്ന സമയത്ത് അതിലെ കഥകളിലെ സംശയങ്ങൾ നമുക്കുണ്ടാവണം. ആ സംശയങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ട് അതിൽ ഓരോ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് ജീവിച്ചു പോകുമ്പോഴാണ് നമുക്ക് പൂർണ്ണതയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. ഇന്നിപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെതായ ആരംഭമാണ് നമ്മൾ തുടങ്ങിയത്. പ്രതിഷ്ഠാ വാർഷികം എന്നുള്ള ആ ദേവ ചൈതന്യത്തെ പ്രതിഷ്ഠിച്ച അതേ നാളിൽ നമ്മൾ ആഘോഷിച്ച് ആ ദേവ ചൈതന്യത്തിന് വർധനമുള്ള കലശാദി പൂജാ കാര്യങ്ങളുണ്ടാവും. അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സുഹൃതം വേണം, നമുക്ക് അത്രയും പുണ്യം വേണം. അതിനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരണേന്ന് നമ്മൾ നിത്യവും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കാരണം നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ ചെറിയൊരു തടസ്സം, നമ്മൾ ചിലപ്പോൾ പറയും നമുക്ക് തിരക്കായതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല എന്നൊക്കെ നമ്മൾ പറയും. ആ തിരക്ക് എന്നുള്ള അവസ്ഥ നമ്മളിലുള്ള ചില കുറവുകളെ കൊണ്ടുണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ ഒരാൾക്കും ക്ഷേത്രത്തിൽ പോകുന്നതിനൊരു തിരക്കുണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിൽ എത്തുക എന്നുള്ളത് ആ പുണ്യമായ സമയത്ത് നമുക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മളിലെ ചില കുറവുകളാണെന്ന് നമുക്ക് മനസ്സിലാവണം. കാരണം ഇതുപോലെയുള്ള പഞ്ചമൂർത്തി ക്ഷേത്രം എന്നുള്ളത് വളരെ അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്ര സാന്നിധ്യമാണ്. ഇവിടേക്ക് വന്ന് നമ്മൾ തൊഴുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എനർജി അത് വളരെ വലിയ ഒരു ശക്തിയാണ്. നമുക്ക് ആ ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ ക്ഷേത്രത്തിലും നിത്യവും നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ആഴ്ചയിൽ ഒന്നെങ്കിലും ആ ക്ഷേത്രാങ്കണത്തിലെത്തി ആ ഭഗവത് ചൈതന്യത്തെ നമുക്ക് സ്വീകരിക്കത്തക്കുള്ള മനോബലം നമുക്കുണ്ടാവാൻ വേണ്ടി നിത്യവും വീടുകളിൽ പാരായണം ചെയ്യുക. അതുപോലെ ക്ഷേത്ര ദർശനം നിത്യവും ചെയ്യാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും ആ ക്ഷേത്രാങ്കണത്തിൽ എത്തി തൊഴാൻ പറ്റുള്ളൂ. അപ്പം അതിന് നമ്മളെല്ലാവരും ശ്രമിക്കുക. അതുപോലെ അടുത്ത ഒരു ജനറേഷനെ കൂടുതലായിട്ട് നമ്മുടെ ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. നല്ല സത്സംഗങ്ങളുള്ള സമയങ്ങളിലൊക്കെ അവരെ കൊണ്ടുവരിക. അത് സത്സംഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ സംശയങ്ങൾ തീർക്കത്തക്ക രീതിയിലുള്ള സത്സംഗങ്ങളാവണം. വെറുതെ ഒരു ക്ലാസ് പോലെയാകുമ്പം എപ്പോഴും കുട്ടികൾക്ക് ബോറടിക്കും. അതുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് അവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക രീതിയിൽ ഉള്ള അവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അതിന് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. എല്ലാവർക്കും ബദ്രിനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ജയ ഗുരുഷ. നന്ദി റാവൽജി, അവിടുത്തെ അനുഗ്രഹ വാണികൾക്ക്. ജയ് ബദ്രി വിശാൽ. അടുത്തതായി മുഖ്യ ഭാഷണമാണ്. പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ പ്രൊഫസർ ശ്രീ മാധവൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പരമപാവനമായ പുണ്യനദിയുടെ തീരത്ത് 5 പുണ്യ വിഗ്രഹങ്ങളായി ഇരുന്നുകൊണ്ട് 5 മൂർത്തികളായിരുന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സർവേശ്വരന് നമസ്കാരം. ഇന്നത്തെ പാവനമായ ഈ പ്രതിഷ്ഠാദിന പരിപാടികളുടെ ആരംഭം കുറിക്കുന്ന തരത്തിൽ വളരെ നേരത്തെ തന്നെ ഇവിടെ വന്നെത്തി ക്ഷേത്ര ദർശനം നടത്തി, ധ്വജാരോഹണം നടത്തി, ഭദ്രദീപം തെളിയിച്ച് അനുഗ്രഹ വചനങ്ങൾ കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച പൂജനീയ റാവൽജിക്ക് സാദര നമസ്കാരം. സാന്ദീര്യപ്പനി സാധനാലയത്തിൻ്റെയും പഞ്ചമൂർത്തി ക്ഷേത്രത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും കൊണ്ടു നടത്തുന്ന ശ്രീ ശ്യാംജിയും ഇവിടുത്തെ ആചാര്യന്മാരും അന്തേവാസികളും ഭാരവാഹികളും അടങ്ങുന്ന സജ്ജന വൃന്ദത്തിന് നമസ്കാരം. സന്നിഹിതരായ മറ്റെല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വിഭൂതികളെ കുറിച്ച് പറയുമ്പോൾ സ്ഥാവരാണാം ഹിമാലയ എന്ന് പറഞ്ഞിട്ടുണ്ട്. പർവ്വതങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഹിമാലയമാണ്. ആ ഹിമാലയ പർവ്വതത്തിൻ്റെ ദേവതാത്മാവായ ഹിമാലയ പർവ്വതത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ സാക്ഷാൽ അളകനന്ദ
പുണ്യ തീർത്ഥത്തിൻ്റെ തീരത്ത് വിരാജിക്കുന്ന ബദരീനാഥനെ ഭക്തിപൂർവം വർഷങ്ങളോളം പൂജിച്ച് ആ ചൈതന്യം ആവാഹിച്ച് ആ ചൈതന്യം മുഴുവനും പ്രസ്ഫുരിക്കുന്ന അവിടുത്തെ അർച്ചകനായ ആചാര്യൻ നമ്മുടെ ഈ ഗ്രാമത്തിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് യാദൃച്ഛികമായിരിക്കാം. എന്തായാലും അത് അമൂല്യമായിട്ടുള്ളൊരു അനുഗ്രഹമാണ്. അവിടെ ആ പാവനമായ നദീതീരവും ക്ഷേത്രവും തപ്തകുണ്ടവും അവിടെ ദർശനം നടത്തിയതിൻ്റെ സ്മരണകളുമൊക്കെ നമ്മുടെ ഈ ക്ഷേത്ര സങ്കേതവും ഈ പുണ്യ നദീ തീർത്ഥവും. അപ്പം അതുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ആളുകൾ, ഭക്തജനങ്ങൾ ഇവിടെ വന്നെത്തണം, വരണം. നമ്മൾ സാധാരണ വരുന്ന ആളുകളല്ല, അതിലപ്പുറമുള്ള ആളുകളും ഇവിടെ വന്നെത്തണം. ആ വലിയൊരു പുണ്യ തീർത്ഥത്തിൻ്റെ മഹാക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മുഴുവൻ കേരളത്തിലും ഇതോടുകൂടി എത്തണം. ഭഗവാന്റെ നിയോഗം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പൂജനീയ റാവൽജിയുടെ ഈ അനുഗ്രഹ വചനങ്ങൾ അതിനുള്ള മാർഗം തെളിയിച്ചിരിക്കുകയാണ്. ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിത്യ പൂജകൾ പോലെയുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് പ്രതിഷ്ഠാദിനം പോലെയുള്ള സന്ദർഭങ്ങളിൽ നടത്തുന്ന പ്രത്യേകമായിട്ടുള്ള പൂജ ഉത്സവാദി കാര്യങ്ങളുമൊക്കെ ഇവിടെ ചിട്ടയായിട്ട് നടക്കുന്നു. നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ സോമേട്ടൻ സൂചിപ്പിച്ചതുപോലെ ആർഭാടവും ബഹളവും കോലാഹലങ്ങളും അല്ല പ്രധാനം. ശാന്തമായ അന്തരീക്ഷത്തിൽ ഈശ്വര ഉപാസന, ഈശ്വര ധ്യാനം, ഈശ്വര ഭജനം ചെയ്യാനുള്ള ആ അന്തരീക്ഷത്തിൽ അത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്രാമപ്രദേശത്ത് അത് സാധിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിൻ്റെ ശാന്തത നശിപ്പിക്കാതെ, ഇതിൻ്റെ ആ ചൈതന്യപൂർണമായ അന്തരീക്ഷത്തിൻ്റെ കോട്ടം തട്ടാതെ ധാരാളം ഭക്തജനങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഭക്തന്മാരുടെ സാന്നിധ്യമാണ് ക്ഷേത്ര ചൈതന്യ വർധനയ്ക്കുള്ള ഒരു പ്രധാന ഉപാധി. ധാരാളം ഭക്തന്മാർ ദർശനം നടത്തുമ്പോഴാണ് ക്ഷേത്ര ചൈതന്യം 10 മടങ്ങ് പ്രകാശമാനമായി തീരുന്നത്. ചൈതന്യം എപ്പോഴും ഉണ്ട്. അത് കൂടുതൽ പ്രസ്ഫുരിക്കുന്നത്, പ്രകടമാകുന്നത്, പ്രഭാവിതമായി തീരുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ നിരന്തര സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എല്ലായിടത്തും എത്തിക്കുവാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. പുണ്യതിഥിയിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. വലിയ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. തുടർന്ന് ഇവിടെ നാരായണീയ പാരായണം പോലെയുള്ള ഭക്തിപ്രധാനങ്ങളായ കാര്യങ്ങളാണ് നടക്കുന്നത്. അതുപോലെ ഭജനയോ സംഗീത സദസ്സുകളോ ക്ഷേത്രകലകളുടെ അവതരണമോ ഒക്കെ നടക്കട്ടെ. അതൊക്കെ ക്ഷേത്ര അന്തരീക്ഷത്തിന് ഉതകുന്നതാണ്. പാട്ട് പാടുന്ന ആളുകൾക്ക് ഏത് പാട്ടും പാടാം. പക്ഷെ ക്ഷേത്രത്തിൽ പാടേണ്ടത് ക്ഷേത്ര അന്തരീക്ഷത്തിന് ഉതകുന്ന ഭക്തിപൂർണമായിട്ടുള്ള പാട്ടുകളാണ്, സങ്കീർത്തനങ്ങളാണ്, ഭജനകളാണ്. ആ ബോധം നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവണം. അവതരിപ്പിക്കുന്ന ആളുകൾക്കും വേണം, ശ്രോതാക്കൾക്കും വേണം. ക്ഷേത്രകലകൾ കേരളത്തിൽ വഴിതെറ്റിപ്പോവാനുള്ളൊരു കാരണം അതിൻ്റെ ആസ്വാദകരുടെ ചില ന്യൂനതകളാണെന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. കാട് കയറുന്നവരോട് നിങ്ങൾ കാട് കയറുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടികളുടെ സ്വഭാവം എന്താണെന്ന് നിരീക്ഷിക്കാൻ ക്ഷേത്ര ഭാരവാഹികളും അത് കാണുന്ന ആസ്വാദകർ, ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സ്ഥലത്ത് സന്ധ്യാസമയത്ത് ദീപാരാധന കഴിഞ്ഞ് ഒരു പ്രഭാഷണം നിശ്ചയിച്ചിരുന്നു. അപ്പം ഞാൻ വളരെ നേരത്തെ തന്നെ അവിടെ ചെന്നെത്തി ഒന്ന് തൊഴുകയൊക്കെ ചെയ്തിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് 6:30 എന്നാണ് പറഞ്ഞിരുന്നത്. വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഒരു കൂട്ടർ വന്ന് പറഞ്ഞു, കുറച്ച് നേരം ഒരു ചെറിയ കുട്ടിയുടെ ഡാൻസ് ഉണ്ട്, സാറ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഞങ്ങൾക്ക് തന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആരായത് കുട്ടിയാന്ന് ചോദിച്ചു. ഇപ്പോൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയൊരു കുട്ടിയാണ്. ആയിക്കോട്ടെ, ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്
ആ കുട്ടി ഭഗവതിയുടെ മുമ്പിൽ നൃത്തം അവതരിപ്പിക്കുമ്പോൾ അതിനു വേണ്ടി മാറി നിൽക്കാൻ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറ് സമയം തന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നല്ല സമയത്ത് അവതരിപ്പിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും സന്തോഷമുണ്ട്, നന്ദിയുണ്ട്, നന്നായി സാറ് കണ്ടു, എങ്ങനെയുണ്ട് കുട്ടിയുടെ കളി എന്ന് ചോദിച്ചു. ഞാൻ പറയും കുട്ടിയുടെ കളി നന്നായി, അതിന് കൂടെ ഉണ്ടായിട്ടുള്ള പക്കമേളവും സംഗീതവും ഒക്കെ നന്നായി. പക്ഷേ കുട്ടിയോട് പറയാനല്ലാതെ നിങ്ങളോട് പറയാൻ എനിക്കൊരു കാര്യമുണ്ട്. എന്താ സാർ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് കളിപ്പിച്ചത് പൊട്ട സിനിമ പാട്ടാണ്. ഭഗവതിയെ പ്രകീർത്തിക്കുന്ന, ഭഗവാനെ സ്തുതിക്കുന്ന എത്ര എത്ര നല്ല ശാസ്ത്രീയ സംഗീത കൃതികൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. ഋഷികൽപ്പന്മാരായിട്ടുള്ള സംഗീതജ്ഞന്മാർ എഴുതിയിട്ടുള്ള വരികളുണ്ട്. ഉപാസകന്മാരായിട്ടുള്ള ആളുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള നൃത്യങ്ങളുണ്ട്. ആ തരത്തിലുള്ള നല്ല പാട്ടുപാടി ദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു നൃത്തം സമർപ്പിക്കാൻ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കാതെ ഇത്രയും മോശമായിട്ടുള്ള സാധനങ്ങൾ പഠിപ്പിച്ച് ഈ ദേവീ സന്നിധിയിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ആരാ പഠിപ്പിച്ച്, എവിടെ പഠിപ്പിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഏതൊക്കെയോ കാസറ്റോ എന്തൊക്കെയോ കണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചതാണ്, അല്ലാതെ ശരിയായിട്ടൊരു ഗുരുനാഥനോ ഇല്ല. ഇവിടെ ഈ സംഭവം പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല. ഈ ചെറിയ കുട്ടിക്ക് മാർഗദർശനം ചെയ്യേണ്ടത് അമ്മയാണ്, അച്ഛനാണ്. ദേവീ സന്നിധിയിൽ വന്ന് കളിക്കുന്ന കളി, ഏത് പാട്ടാണ് കളിക്കുന്നത്, എന്ത് കളിയാണ് കളിക്കുന്നത്, എന്ത് വേഷമാണ് ആ കുട്ടിക്കുള്ളത് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ ചോദിക്കണം, അറിയണം. ഇതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ യാതൊരു വിരോധമില്ല. ഇവിടെ പറ്റുന്ന ഈ അന്തരീക്ഷത്തിൽ പറ്റുന്നത് വേണം. ഞാൻ കലാരംഗത്തുള്ള അതിവിശിഷ്ടന്മാരായ ആചാര്യന്മാരുടെ കാൽക്കൽ ഇരുന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് പറയാണ്. ഞങ്ങളുടെ ഗുരുനാഥന്മാരൊക്കെ പറയാറുള്ളത്, ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിന് ഉചിതമായ കാര്യങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നാണ്. അപ്പം അതുകൊണ്ട് അത് ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയണത്, ഇവിടെ അതിൻ്റെ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. മറ്റ് പല വേദികളിലും ചെല്ലുമ്പോൾ പലപ്പോഴും ഈ പാട്ടാണോ ഇവിടെ പാടേണ്ടത്, ഈ നൃത്തമാണോ ഇവിടെ ഈ ദേവ സന്നിധിയിൽ വേണ്ടത് എന്ന് തോന്നാറുണ്ട്. അങ്ങനെ ആ പഥ സഞ്ചാരം ഉണ്ടാവാതെ, വഴി തെറ്റാതെ നോക്കേണ്ട ബാധ്യത കൂടി നമ്മൾ ആസ്വാദകർക്ക്, ഭക്തജനങ്ങൾക്കും ഭാരവാഹികൾക്കും ഉണ്ട്. തീർച്ചയായിട്ടും ക്ഷേത്ര ചൈതന്യ സംവർദ്ധനത്തിന് ഉതകുന്ന അകത്തു നടക്കുന്ന പൂജാരികളെ പോലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രകല ഉപാസന പദ്ധതികളും നടക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളെയും പുണ്യസ്ഥാനങ്ങളെയും കൂടുതൽ കൂടുതൽ പവിത്രമാക്കി തീർക്കട്ടെ. ആചാര്യന്മാരുടെ അനുഗ്രഹം നമ്മൾക്ക് തുടർന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിഷ്ഠാദിന പരിപാടികൾ ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി സാർ അവിടുത്തെ വാക്കുകൾക്ക്. അടുത്തത് ഒരു മനോഹരമായ ഒരു ചടങ്ങിന് ഈ സാംസ്കാരിക വേദി തയ്യാറാവുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം, നദികൾ സംസ്കാരത്തിൻ്റെ, പൈതൃകത്തിൻ്റെ കളിത്തൊട്ടിലുകളാണ്. നദികളെ സംരക്ഷിക്കേണ്ടതിൻ്റെയും അതിനെ മലിനപ്പെടുത്താതെ ഇരിക്കേണ്ടതിൻ്റെയും ഉത്തരവാദിത്വവും ബോധവും നമുക്ക് എല്ലാ കാലത്തും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. സംസ്കാരങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്, ലോക സംസ്കാരങ്ങൾ മുഴുവൻ രൂപപ്പെട്ടിട്ടുള്ളത് ഈ നദീതടങ്ങളിലാണ്. നമ്മുടെ ഉള്ളിലെ കാർക്കശ്യങ്ങളും ഈ കഠിനമായ സ്വഭാവങ്ങളുമെല്ലാം, ഈ മമതാപാശങ്ങളുമെല്ലാം നദിയുടെ ഒഴുക്കിലൂടെ ഇല്ലാതെയാവുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കൂർത്ത കല്ലുകളെല്ലാം നദി ഒഴുകി ഒഴുകി ഒഴുകിയാണ് അതിന് ഒരു മിനുസം വരുന്നത്, അതിനൊരു ആർദ്രത കൈവരുന്നത് ആ നദിയുടെ ഒഴുക്കിന് ക്ഷമയോടുകൂടി നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്. അതുപോലെ ആ നദികളെയൊക്കെ റിജുനേറ്റ് ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ മലിനപ്പെടുത്താതിരിക്കട്ടെ, അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വവും ബോധവും പകർന്നു നൽകുന്ന ഒരു ആശയമാണ് ഇപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു നദിയുണ്ട്, നമുക്കറിയാം, ഭാരതപ്പുഴ. ശ്യാംജി,
യാഗയജ്ഞങ്ങളുടെ ഈറ്റിലമായ പൈതൃക ജില്ല പാലക്കാടിന്റെ പോയിന്റ്സ് ഇങ്ങനെ എല്ലാവരോടും പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ ആദ്യം പറയുന്നത് ഭാരതത്തിന്റെ പേരുള്ള ഭാരതപ്പുഴ എവിടെയാ? പാലക്കാട് ജില്ലയിലാണ്. മലപ്പുറത്തൂടെയും തൃശ്ശൂരിലൂടെയൊക്കെ ഒഴുകുന്നുണ്ടെങ്കിലും അതിന് പല പല പേരുകളാണ്. പക്ഷെ ഭാരതത്തിന്റെ നാമം വഹിക്കുന്ന ഒരു നദി ഉണ്ടെങ്കിൽ അത് ഭാരതപ്പുഴ തന്നെയാണ്. അപ്പോൾ ഭാരതപ്പുഴയുടെ നാട് പൈതൃക ജില്ല പാലക്കാട്. സ്വകാര്യ അഹങ്കാരമാണ് ഭാരതപ്പുഴ നമ്മുടെയൊക്കെ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ക്ഷേത്ര പരിസരത്തുകൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ എന്ന് പറയുന്ന നിളാനദി ചിറ്റൂരയിലെ ജപപ്പാറയിലുള്ള ആ എഴുത്തച്ഛന്റെ തുഞ്ചത്താചാര്യന്റെ തപസ്സിലൂടെ അനന്തമായി ഒഴുകി നമ്മുടെയൊക്കെ ആയിരങ്ങൾ ബലിതർപ്പണം ചെയ്യുന്ന ഒരു സന്നിധാനം കൂടിയാണ്. അവരുടെയൊക്കെ മനസ്സിലുള്ള ശോകങ്ങളെ മുഴുവൻ ദൂരീകരിക്കുന്ന ശോകനാശിനിയായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പാലക്കാടിൻ്റെ ഈ നദിയെ നമുക്ക് സംരക്ഷിക്കാം, അതിനെ ആദരിക്കാം, ആരാധിക്കാം എന്നൊക്കെയാണ്. അപ്പൊ ഇവിടെ 2008 നമ്മളുടെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം നവീകരണം കഴിഞ്ഞത്. അതിനുശേഷം 2009 വളരെ ശ്രേഷ്ഠനായ പണ്ഡിതനായ നാരായണീയത്തിന്റെ ആചാര്യൻ, ഭാഗവതാചാര്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ശ്രീമാൻ ബാലകൃഷ്ണ പിഷാരടി അവർകളാണ് 2009 മുതൽ സാന്ദീപനി സാധനാലയം വൈദിക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇവിടെ നിളാനദിയെ ഗംഗയായി കണ്ടുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ 2009 മുതൽ ഇന്ന് വരെ മുടങ്ങാതെ സന്ധ്യയ്ക്ക് 6:30 നിളയ്ക്ക് ഗംഗയായി സങ്കല്പിച്ചുകൊണ്ട് ഒരു ആരതി നടക്കാറുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇപ്പം നമ്മൾ 2-3 മാസങ്ങൾക്ക് മുൻപ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് തിരുനാവായ നാവാമുകുന്ദന്റെ സന്നിധിയിൽ വലിയൊരു നിള ആരതിക്ക് സാക്ഷ്യം വഹിച്ചവരാണ്. പക്ഷെ ഇവിടെ 2009 മുതൽ ആരതി നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരാള് ശ്യാംജിയോട് ചോദിക്കുന്നത് കേട്ടു, ഇവിടെ എന്താണ് ഗംഗയായിട്ട് ആരാധിക്കാൻ കാരണം? ഇവിടെ ഈ പരിസരത്ത് കൂടി ഒഴുകുന്ന ഭാരതപ്പുഴയെ ഗംഗയായിട്ട് എന്താണ് കാണാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു. ഭഗവാൻ പരമശിവന്റെ ശ്രീകോവിൽ അവിടെയാണ് ഉള്ളത്. ഭഗവാൻ വടക്കോട്ട് നോക്കിയാണ് ഗംഗയെ ഉത്തമാംഗത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഗംഗാസങ്കല്പം തന്നെയാണ് സർവ്വനദികളും, യമുനാ സങ്കല്പം തന്നെയാണ് സർവ്വനദികളും. ഗംഗയെ യമുന ചെയ്യുക എന്ന് പറയുന്ന സൂക്തത്തിൽ നമ്മൾ ചൊല്ലുന്നതും അത് തന്നെയാണ്. പിന്നെ മാത്രമല്ല, നമ്മളുടെ ഭാരതം, നമ്മുടെ ഭരണഘടന, സുപ്രീം കോടതി വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം 2017 ഔപചാരികമായിട്ട് ഗംഗയ്ക്കും യമുനയ്ക്കും വ്യക്തിത്വ പദവികൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ പോലെ തന്നെ നദിയെയും കണ്ട് സമാദരിക്കുവാനുള്ള ഒരു ആവശ്യത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പദവി അന്ന് മുതൽ 2017 മുതൽ ശ്യാംജിയുടെ ഒരു ആദ്യത്തെ ഒരു ഉദ്യമമായിട്ടുള്ള സന്ദീപനി സാധനാലയത്തിന്റെ പൈതൃക ജില്ല പാലക്കാട് എന്നുള്ളതാണ്. അതിൽ ആദ്യം നമ്മൾ ഭാരതപ്പുഴ നിളയെയും ഒരു വ്യക്തിത്വ പദവിയിലേക്ക്, ഒരു മനുഷ്യജീവൻ എന്നുള്ള നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ടൈറ്റിൽ തന്നെ ഭാരതത്തിന്റെ പേരുള്ള ഭാരതപ്പുഴ എന്ന് നൽകിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രതിഷ്ഠാ ദിനത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ദിവസത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അമ്മമാര്, സാധന മാതൃസമിതി സന്ദീപനി സാധനാലയത്തിലെ അമ്മമാര് നിളാ ആരതി അല്ലെങ്കിൽ ഹരിദ്വാറിലെ വാരണാസിയിലെ ദശാശ്വർ ഘട്ട്, ആ ഘട്ടിലെ ആരതി എപ്രകാരം നടക്കുന്നുണ്ടോ അപ്രകാരം വസ്ത്രഗാംഭീര്യത്തോടു കൂടി ഇത്തവണ ആരതി നടത്തുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദീക്ഷയാണ് ഇവിടെ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. സംപൂജ്യ ബദ്രീനാഥ് റാവൽജി തന്നെയാണ് ആ ഗംഗാ ആരതി വിളക്ക് ഈ ചെയ്യുന്ന ഒരു ശിഷ്യയ്ക്ക് നൽകി അതിനെ മഹത്വവൽക്കരിക്കുന്നത്. അപ്പൊ ഗംഗാരതി വിളക്ക് സ്വീകരിക്കുവാൻ സാധനാ മാതൃസമിതിയിലെ അന്നലക്ഷ്മി അവർകളെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ഗംഗാരതി വിളക്ക് ദീക്ഷാ ജപത്തോടുകൂടി കൈമാറുവാൻ വേണ്ടി ഹിസ് ഹോളിനസ് ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി അവർകളെ ബദ്രികാശ്രമത്തിലെ റാവൽജിയെ ക്ഷണിക്കുന്നു. ഗംഗയുടെ മന്ത്രം നമുക്ക് ചൊല്ലിക്കൊണ്ട് ആ വിളക്കുകൾ ഏറ്റുവാങ്ങാം. ജയ ജനനീ ഗംഗേ ദേവി, ജയ ജനനീ ഗംഗേ, ജയ പരമേശ്വര ജായേ, ജയ ജയ ഭാരത
ജഗദംബേ. ഓം ജയ ജനനീ ഗംഗേ, ഓം ജയ ജനനീ ഗംഗേ, ഓം ജയ ജനനീ ഗംഗേ. സാക്ഷാൽ ഭഗവാൻ ബദ്രിനാഥിന്റെ പാദപാംസുക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദി ഇന്ന് സാക്ഷാൽ ഭഗവാന്റെ തന്നെ പ്രതിപുരുഷനായ റാവൽജിയിൽ നിന്നും ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എട്ടരയോഗത്തിന്റെ ചെയർമാനും ജന്മഭൂമി പത്രത്തിന്റെ സീനിയർ എഡിറ്ററുമായിട്ടുള്ള ശ്രീമാൻ പത്മഗിരീഷ് അവർകൾ നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. റാവൽജി, മാധവൻ സാറ്, ഈ നമ്മുടെ പ്രതിഷ്ഠാ ദിനാഘോഷ പരിപാടികൾക്ക് എത്തിയിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ തിരുവാതിര ഞാറ്റുവേലയാണെന്ന്. മിഥുനമാസം 1-ാം തീയതിയാണ്. തിരുവാതിര ഞാറ്റുവേല തിരുമുറിയാതെ മഴ പെയ്യേണ്ട സമയമാണ്. മകീരം ഞാറ്റുവേല മതിമറന്ന് പെയ്യണം, മതിമറന്ന് പെയ്തില്ല. ഇപ്പോൾ തിരുവാതിര ഞാറ്റുവേലയും ഇങ്ങനെയാണ്. നമ്മുടെ കാലം, പ്രത്യേകിച്ച് പാലക്കാട്, നമ്മൾ തമിഴ്നാടിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണല്ലേ. മറ്റ് പല ജില്ലകളിലും ധാരാളം മഴ ലഭിക്കുന്നു. പാലക്കാട് ഇപ്പോഴും കൃഷി ഇറക്കാൻ പോലും പലയിടത്തും പറ്റാത്തൊരു സ്ഥിതിയാണ്. നമ്മൾ കാലത്തിൻ്റെ മാറ്റം എല്ലാറ്റിലും അനുഭവിക്കുന്നത് പോലെ പ്രകൃതിയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ഒരു മഹത്തായൊരു ചടങ്ങ്, മഹത്തായൊരു പരിപാടിയാണ് പ്രതിഷ്ഠാ ദിനാഘോഷ പരിപാടി. ആ പരിപാടിക്കാണ് ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രസംഗത്തെ ആവർത്തിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ക്ഷേത്രാചാരങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള, ക്ഷേത്രാചാര ബന്ധിതമായിട്ടുള്ള പരിപാടികൾ ആണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. മറ്റു പല ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പോലുള്ള പല കാര്യങ്ങളും, പിന്നെ നമുക്ക് ഈ ക്ഷേത്രാചാരങ്ങൾക്ക് അനുസൃതമല്ലാത്ത പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം പറഞ്ഞാൽ തിരിച്ചു ചോദിക്കുന്ന, തിരിച്ചു പറയുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എന്താണോ പറയുന്നത് അതനുസരിക്കുക. നമുക്കറിയാലോ, പല ഭാഗത്തും നമ്മളെ കാണുന്നതും കേൾക്കുന്നതും. ഇന്ന് വീടുകളിൽ നമ്മുടെ കുട്ടികളെ പോലും നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണത് അതെന്തുകൊണ്ടാണ്. റാവൽജി സൂചിപ്പിച്ച ആധ്യാത്മികമായിട്ടുള്ള നമ്മൾ നാമം ചൊല്ലുന്നതും സത്സംഗങ്ങളിൽ പങ്കാളികളാകുന്നതും ആധ്യാത്മിക പ്രഭാഷണങ്ങളിൽ പങ്കാളികളാകുന്നതും എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്തരം ഒരു വിത്ത് ഉള്ളത് കൊണ്ടാണ്. അത്തരം ഒരു ചെറിയ വിത്ത് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളത് എന്താണോ അതാണ് പുറത്ത് പ്രകടമാകുന്നത്. അപ്പം അത്തരം ഒരു ചെറിയ ചിന്ത ഇന്ന് പല ഭാഗത്തും പല യുവതലമുറയിൽ പ്രത്യേകിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ കാര്യങ്ങൾ ചെറുതായിട്ടാണെങ്കിലും നമുക്കത് ചെയ്യാൻ കഴിയണം. പല വീടുകളിലും പൂജാമുറിയില്ല. പല വീടുകളിലും ഇന്ന് പൂജാമുറിയില്ല. മുമ്പൊക്കെ നമ്മൾ വീടുകൾ കെട്ടുന്ന സമയത്ത് ആ പൂജാമുറിക്ക് ഒരു മഹത്തായ ഒരു പ്രമുഖ സ്ഥാനം പൂജാമുറിക്ക് വീട്ടിലുണ്ട്. ഇന്ന് പലപ്പോഴും അതില്ല. ഒരു വാതിൽ വെച്ചിട്ടുണ്ടാവും, അവിടെ ഒന്ന് തൊഴുകും. നമ്മൾ വേണ്ട എന്നല്ല പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ ദൈവത്തെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല. നമ്മൾ വീട്ടിലിരുന്ന് ജപിച്ചാലും മതി, ഇല്ലായിക. അപ്പം നമുക്ക് എവിടെ ഇരുന്ന് ജപിച്ചാലും സാധിക്കും. പക്ഷേ നമ്മളൊരു അടുക്കളയിൽ ഇരുന്നാൽ നമുക്ക് നാമം ജപിക്കുന്നതും ഒരു പൂജാമുറിയിൽ നാമം ജപിക്കുന്നതും വ്യത്യാസമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ വന്ന് നമ്മൾ തൊഴുകുന്നതും വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു പൂജാമുറി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ പൂജാമുറിയിലേക്ക് അകത്ത് ചെന്ന് നാമം ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തത, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം തീർച്ചയായിട്ടും മറ്റ് ഇടത്ത് കിട്ടുന്നുള്ള ഇല്ല, കാണാൻ നമുക്കത് കഴിയില്ല. അതുപോലും അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുട്ടികളിലേക്കും പടരുന്നില്ല. ഇപ്പം നമ്മളൊക്കെയും ഇപ്പം രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ നാമം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് എഴുന്നേൽക്കുന്നത്, അല്ലേ? കരാഗ്രേ വസതി ലക്ഷ്മി, കരമധ്യ സരസ്വതി, കരമൂല ഏതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. നമ്മൾ സാധാരണ നാടുകളിൽ പറയാറുണ്ട്, ആരെയാണ് കണി കണ്ടതെന്ന് അറിയില്ല പറയും. ആരെയും കണി കാണണ്ട, നമ്മുടെ കൈ കാണുക, നമ്മുടെ ഭഗവാനെ കാണുക. ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് ആ ഭൂമി നോക്കൂ, ഭൂമി എത്ര ക്ഷമയാണ് ഭൂമിക്കുള്ളത്.
ആരൊക്കെ ചവിട്ടുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ആ ഭൂമി ദേവിയെ നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയെ തൊട്ട് തൊഴുതതിന് ശേഷമാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. കിടക്കുന്ന സമയത്തും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചാണ് കിടക്കുന്നത്. എന്തുകൊണ്ടാണത്? നമ്മൾ എന്തെല്ലാം ഒരു തെറ്റുകൾ ഒരു ദിവസം ചെയ്യുന്നുണ്ടോ അതെല്ലാം പൊറുക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, നമ്മൾ ചെയ്ത തെറ്റുകൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഇത്തരം ഒരു ചെറിയ ചിന്ത, ഇത് നാമം ചൊല്ലുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ചൊല്ലണം ആരും പറഞ്ഞിട്ടില്ല. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ്, 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് ആ ഭഗവാനെ മനസ്സിൽ സ്മരിക്കാൻ കഴിയണം. അത് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാ ഗുരു ദൈവം, അച്ഛനും അമ്മയും തന്നെയാണ് കൺകണ്ട ദൈവം. അച്ഛനും അമ്മയും തന്നെയാണ് കൺകണ്ട ദൈവം. അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കാതെ നാട് മുഴുവൻ സംഭാവന ചെയ്ത് നടന്നിട്ടും ഒരു കാര്യമില്ല. നമ്മുടെ അച്ഛനെയും അമ്മയെയും നോക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മുടെ മക്കളും നമ്മളെ നോക്കില്ല. നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മുടെ മക്കളും നമ്മളെ നോക്കില്ല. അച്ഛനെയും അമ്മയെയും അനാഥാലയത്തിൽ കൊണ്ടേ വിട്ടിട്ട് ഈ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ജീവിച്ചിട്ട് എന്താ കാര്യം? ജീവിക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അവര് നമ്മളെ വളർത്തി വലുതാക്കിയ ആ തലമുറ, ആ അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കാൻ നമുക്ക് അല്പമെങ്കിലും മനസ്സുണ്ടാകണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈശ്വരൻ ഉണ്ടായിരിക്കണം. ആ ഒരു ചിന്താഗതി നമ്മുടെ തലമുറയിൽ വളർത്തിയെടുക്കാൻ, യുവതലമുറയിൽ വളർത്തിയെടുക്കാൻ, കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ രക്ഷിതാക്കൾക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നമസ്കാരം. പുണ്യാത്മാക്കളെ, സദസ്സിലുള്ള പ്രിയ ഭക്തജനങ്ങളെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിനല്ല ഒരുങ്ങുന്നത്. കാരണം സമയം വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള കാര്യത്തിലാണ്. പുണ്യാത്മാക്കളുടെ പ്രഭാഷണമെല്ലാം നമ്മൾ കേട്ടു. അതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് നമ്മൾ അത് അനുകരിക്കുക. ഇവിടെ നമ്മളുടെ ദൗത്യം, നേരത്തെ പറഞ്ഞു ഭാഗവതത്തിനെ പറ്റി. ഭാഗവതം ഇതം ശാസ്ത്രം. ശാസ്ത്രത്തിൽ പറയുന്നതാണ് അവസാനം സത്യം പരം ധീമഹി. അതേ തന്നെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയത് എന്താണ്? ഹന്തഭാഗ്യം ജനാനാം. ഇവിടെ നമ്മൾ ചൊല്ലാൻ പോകുന്നത് നാരായണീയത്തിലെ 1-ാമത്തെ ശ്ലോകം ചൊല്ലുമ്പോൾ എല്ലാവരും തന്നെ കൂടി ചെല്ലണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളിവിടെ പുണ്യാത്മാക്കളുടെ മുമ്പിൽ 1-ാമത്തെ നാരായണീയം സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഓം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽപാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മുടെ സാംസ്കാരിക വേദിയുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുൻപ് സാന്ദീപനി സാധനാലയത്തിൻ്റെ സാരഥിയും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയുമായ ഡോക്ടർ ശ്യാം പ്രസാദ് അവർകളെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ മഹായജ്ഞത്തിൻ്റെ തുടക്കം ഇന്ന് നമുക്കെല്ലാവർക്കും വളരെയധികം ശ്രേഷ്ഠമായ അനുഗ്രഹം പ്രസാദിച്ചുകൊണ്ട് ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് ജി, മുൻ റാവൽജി ആയിട്ട് അദ്ദേഹം ബദ്രിനാഥ് ക്ഷേത്രത്തിൽ പൂജ ചെയ്ത മഹാത്മാവ് ഇന്നിവിടെ എത്താൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം നമ്മൾ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും പരിപാടികളിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ പ്രൊഫസർ മാധവൻ സാർ അവർകളാണ്. കാരണം കുട്ടിക്കാലം മുതലേ വിദ്യാലയത്തിൽ വ്യാസവിദ്യാപീഠത്തിൽ ചെല്ലുന്ന സമയത്ത് കാണുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്ന സമയത്ത്, കാരണം ഇവിടെ ബദ്രിനാഥ് റാവൽജിയെക്കുറിച്ച് നമുക്ക് വിശദമായ വിവരണം കിട്ടിയിരുന്നു. പക്ഷെ നമ്മൾ സംസ്കൃത പണ്ഡിതൻ മാത്രമല്ല, നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പറയാറുണ്ട്, ഒരു ശ്ലോകം കൊണ്ട് അദ്ദേഹത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം വിദ്യ വിനയ സമ്പന്നോ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ വിദ്യ കൊണ്ട്, വിനയം കൊണ്ട് സമ്പന്നമായ വ്യക്തിയാണ് പ്രൊഫസർ മാധവൻ സാർ.
കാരണം എന്നെപ്പോലുള്ള ഒരു ശാന്തിക്കാരനെ തൊട്ടടുത്തിരിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് ആ ഹൃദയഭാഷണം നമുക്ക് കൃത്യമായി ഒരു ക്ഷേത്രം എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു. ക്ഷേത്രത്തിൽ നടക്കേണ്ട ഒരു ആചാരങ്ങൾ എങ്ങനെയായിരിക്കണം, ഉത്സവങ്ങളിൽ എന്തൊക്കെയാണ് പങ്കാളിത്തം ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ വേണോട്ടൊന്നും സംസാരിക്കുന്നില്ല. വേണുഗോപാൽജി നമ്മുടെ എല്ലാ യജ്ഞങ്ങൾക്കും ഇവിടെ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ചടങ്ങുകളും പിറന്നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ പിതൃക്കളുള്ള പിണ്ടസമർപ്പണം വരെ ഇവിടെ എത്തിച്ചേരുകയും സാന്ദീപിനിയുടെ എല്ലാ പ്രോഗ്രാമുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വിളിച്ച് കയറ്റിയിരുത്തിയാൽ മാത്രമേ അദ്ദേഹം പക്ഷേ മുൻനിരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് വേണുഗോപാലേട്ടൻ. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസത്തിലൊക്കെ നമുക്ക് പത്രത്തിൽ കാണാൻ സാധിക്കേണ്ട അദ്ദേഹത്തിന് കിട്ടിയ സ്വത്തിൽ നിന്നും പത്തിരിപ്പാലയിലെ ഒരു സ്ഥലം അത് സമൂഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹം വളരെയധികം പ്രകീർത്തിക്കാൻ സാധിക്കുന്നു. പക്ഷെ അതൊന്നും പ്രചാരത്തിൽ നമുക്കറിയില്ല. പക്ഷെ ഇതേപോലുള്ള മഹാവ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് കാഴ്ചപ്പെടുത്താൻ കൂടിയാണ് ഇന്ന് അദ്ദേഹത്തെ നമുക്ക് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായിക്കോട്ടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. പാലക്കാട് ജില്ലയിൽ മാത്രമല്ല മറ്റ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൃത്യമായ ഒരു കണക്ക് അവതരിപ്പിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും, അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ലയൺസിൻ്റെ ഗവർണർ എന്നുള്ള പദവിയിലേക്ക് കയറി വന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ വേണുഗോപാലേട്ടനും ഇന്ന് ഈ സാന്നിധ്യം വഹിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ നമുക്ക് സന്താനകൃഷ്ണൻജി, നാരായണീക്കാരെല്ലാവരുടെയും നമ്മൾ കാണാറുണ്ട്. കാരണം അവർ വരും, പാരായണം ചെയ്യും, അത് കഴിഞ്ഞാൽ സ്ഥലം വിടും അല്ലേ. പക്ഷെ ഒരു സത്സംഗത്തിൽ ഇരുന്നു കൊണ്ട് അല്ലേ അവർക്കൊക്കെ ടെൻഷനാണ്. കാരണം കൃത്യം സമയം സന്താനേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് 10 മണിക്ക് തുറഞ്ഞാൽ 10 മണിക്ക് തുടങ്ങുമല്ലോ എന്ന് ചോദിക്കും. പക്ഷെ ഇന്ന് റാവൽജിയുടെ ആ അനുഗ്രഹം നമുക്ക് കിട്ടിയത് നമുക്ക് യാത്ര തുടങ്ങാറായി എന്നർത്ഥം അല്ലേ. ബദ്രിനാഥിലേക്ക് പോകണമെന്ന് എത്ര പേര് ആഗ്രഹിച്ചുല്ലോ അല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, ഭഗവാനല്ല വിളിക്കേണ്ടത്, ഉദ്ധമരാണ് നമ്മളെ വിളിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഉദ്ധമനായി തീരുക അല്ലേ. അപ്പോൾ ഉദ്ധമനെ നമുക്ക് പഠിക്കാൻ സാധിക്കുക. ഭാഗവതത്തിൽ നമുക്ക് ഉദ്ധമ ചരിതം നമുക്ക് പഠിക്കാൻ, അദ്ദേഹം ഭഗവാന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചാൽ ബദ്രിനാഥിൽ നമുക്ക് എത്താൻ സാധിക്കും. ഇതൊന്നും പഠിക്കാത്ത കാലത്താണ് എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ബദ്രിനാഥിലേക്ക് 22ാമത്തെ വയസ്സിലാണ് ഞാൻ പോകുന്നത്. ആ സമയത്ത് ബദ്രിനാഥിലേക്ക് പടി കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുരുനാഥൻ സദാനന്ദ സരസ്വതി, ഇവിടെ കണ്ണടയിട്ട് താടി നീട്ടി വളർത്തിയിരിക്കുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനാണ്. അദ്ദേഹം പറയാണ്, നാളെ കാലത്ത് വ്യാസഗുഹയിൽ വെച്ച് മന്ത്രദീക്ഷ നൽകുകയാണ്, വീട്ടിൽ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞോളാം. അങ്ങനെയാണ് എനിക്ക് ഭാഗ്യം കിട്ടിയതും അവിടെ ബദ്രി ആശ്രമത്തിൽ താമസിക്കാൻ സാധിച്ചതും. ബദ്രിയിൽ എല്ലാ ആൾക്കാരോടും ഞാൻ യജ്ഞം പറയുന്ന സമയത്ത് പറയാറുണ്ട്, എനിക്ക് ദീക്ഷ കിട്ടിയത് ബദ്രിനാഥിൽ നിന്നാണ്, വ്യാസഗുഹയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം നമുക്ക് സിദ്ധിക്കാനും ഇന്ന് അദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രവിച്ചുകൊണ്ട് ഇനി നമ്മുടെ തയ്യാറെടുപ്പ് ബദ്രികാശ്രമത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതിനിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ നമസ്കാരം ചെയ്യാനുള്ള സൗകര്യം ചെയ്യാം. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നാരായണി ഇവിടെ തുടങ്ങുന്നുണ്ടാവും. അതുമാത്രമല്ല ഇന്ന് പപ്പേട്ടനെയും അതുപോലെ തന്നെ നമുക്ക് ഭജനയുടെ സുരേഷ് ഏട്ടൻ, ഇപ്പോൾ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്ക് ഭജൻസ് ശ്രീശങ്കര എന്ന് പറഞ്ഞ അതിൻ്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുറേ അമ്പലങ്ങളിൽ ഭജന നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ആചാര്യസ്ഥാനത്തിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇവരെല്ലാം നമുക്ക് വേദിയിൽ കിട്ടുന്നത് മഹാഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് മുതൽ ഇവിടുത്തെ മാതൃസമിതിയിലെ അമ്മമാർ ഗംഗ ആരതി തുടങ്ങാൻ ഇപ്പോൾ കുട്ടികൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും വാങ്ങി ആ ഗംഗയിലേക്ക് പുഴയിലേക്ക് വിളക്ക് സമർപ്പിക്കും. ഇന്നു മുതൽ ഇതേപോലുള്ള ആരതി വിളക്കിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതും നമുക്ക് റാവൽജിയിൽ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ട്, ഈ സ്ഥലത്തിൻ്റെ ഭാഗ്യമായിട്ട്, അല്ലെങ്കിൽ ഇത് പൂജ ചെയ്തിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഇന്ന് രാവിലെ മഹാഗണപതി ഹോമം ഋണമോചന ഗണപതി സങ്കല്പത്തോടു കൂടിയാണ് ഇവിടെ പൂജ നടന്നത്. ബഹുമാന്യനായ ഹരീശേട്ടനാണ്
ഹരീഷ് മഠത്തിൽ അദ്ദേഹമാണ് ഇന്ന് രാവിലത്തെ ഹോമം. ഇന്ന് പൂർണ്ണകുംഭ സ്വീകരണത്തോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് നമുക്കിവിടെ എത്തിച്ച നമ്മുടെ വേദവിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം. അതുമാത്രമല്ല, ഇപ്പോൾ മാതൃസമിതി എല്ലാ പരിപാടികളും ഏറ്റെടുത്ത് അവർ വളരെയധികം ശ്രേഷ്ഠമായി മാസത്തിലൊരു സത്സംഗ സമിതിയായിട്ട് രൂപീകരിച്ചു വരുന്നു. സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ മാതൃസമിതിയോട് ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. മാസത്തിൽ ഒരു ദിവസം അടുത്തുള്ള സ്കൂളുകളിൽ ചെല്ലുക. അവിടെ വൃത്തിയാക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ? നമ്മുടെ കുട്ടികളാണ് ചില വൃത്തികേടാക്കി നമ്മൾ ആക്കുന്ന ഒരു പരിശീലനം നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ അമ്മമാർ ചെന്ന് ആ കുട്ടികളെ അവിടെ വൃത്തികേടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ തന്നെ ആ വൃത്തികേടെല്ലാം മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ചുറ്റും വല്ലതും വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വൃത്തി ആക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഇന്ന് റാവൽജി ധ്വജാരോഹണം നടത്തുന്ന സമയത്ത് ഇവിടെ നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒട്ടനവധി അമ്മമാർ നമ്മുടെ ചുറ്റുമുണ്ടായി അല്ലേ? അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് പുഴയിലേക്ക് ഇറങ്ങി നോക്കിയാൽ അത്രയും അധികം കുളവാഴ മുതൽ ചളിയെല്ലാം വലിച്ചു കയറ്റി അവർ കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ പരിപാടി നടത്തി അത് വൃത്തിയാക്കിയെടുക്കാൻ സാധിച്ചതും ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ അമ്മമാർക്കെല്ലാം വളരെയധികം ഹൃദയപൂർവ്വം നമസ്കാരം പറയുന്നു. നന്ദി പറയാൻ ഇവിടെ മാതൃസമിതിയുടെ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ ആർക്കും നന്ദി പറയാത്തത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷപൂർണമായ ഈ ഒരു സുദിനം നമുക്ക് കാണാനും കേൾക്കുവാനും അനുഗ്രഹം വാങ്ങുവാനും സാധിച്ചത് മഹാപുണ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തത് ഈ സാംസ്കാരിക വേദിയുടെ ഔപചാരിക ചടങ്ങിൻ്റെ നന്ദി പ്രകാശനമാണ് നടക്കാൻ പോകുന്നത്. അതിലേക്കായി സാധന മാതൃസമിതി അംഗമായ ശ്രീമതി സരസ്വതി അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സജ്ജനങ്ങൾക്കും വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അതിൽ എനിക്ക് ഒരു ഭാഗമായി വരാൻ കഴിഞ്ഞതിൽ സർവേശ്വരനോട് സ്വയം നന്ദി പറയുന്നു. ഈ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ധ്വജാരോഹണത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി, മുൻ റാവൽജി ബദരിനാഥ് ക്ഷേത്രം അവർക്ക് അഞ്ചുമൂർത്തിയുടെ പേരിലും സാന്ദീപനി സാധനാലയത്തിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. സ്വാമിജി പ്രഭാകരാനന്ദ സരസ്വതി, വസന്ത മാതാജി അവർക്കും മഹാമണ്ഡലേശ്വർ മിനി ശബരിമല മങ്കര അവർക്ക് സാന്ദീപനി സാധനാലയത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. സംപൂജ്യ സ്വാമി ദേവാനന്ദപുരി മഹാരാജ്, ശ്രീ ശങ്കര അദ്വൈതാശ്രമം വെട്ടിക്കാട് അവർക്കും മാതൃസമിതിയുടെ പേരിലും അഞ്ചുമൂർത്തിയുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി വ്യാസ പരമാനന്ദ മഠം ചിറ്റൂർ അവർക്കും സാന്ദീപനി സാധനാലയത്തിൻ്റെ പേരിലും അഞ്ചുമൂർത്തിയുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അമ്പാടി നാരായണ സമിതിയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ സന്താനകൃഷ്ണൻ അവർക്ക് സാന്ദീപനി സാധനാലയത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. വേദഗുരുകുലത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശ്യാം ചൈതന്യ അവർക്ക് പ്രത്യേകം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. സംഘർഷത്വം സംവദത്വം സംഭോമനാം വിജാനത ദേവാഭാഗമ്യതാ പൂർവേ സംജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാധി സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോ അവിശാചോമി സമാനേവ ആക്രോധി സമാനാനൃതയാനി വ സമാനമസ്തോ മനോ യഥാ വസു സഹസ്രേ.